മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത് എന്തായിരിക്കും? എന്താണ് വോട്ട് വിഷയം? അതാണ് മൂന്നാമത്തെ ചോദ്യം. മണ്ഡലത്തിന്റെ സ്വഭാവം തന്നെ അതിൽ നിന്ന് വ്യക്തമാക്കാനാകും. അത് വളരെ കൃത്യമായിരുന്നു. കാര്യം ഇന്നലെ നമ്മൾ വ്യക്തിപ്രഭാവമാണ് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ കണ്ടത്. എന്നാൽ കാസർഗോഡ് കണ്ടതാവട്ടെ വികസന പ്രവർത്തനവുമായിരുന്നു. മണ്ഡലത്തിലെ MP-യുടെയും രാഷ്ട്രീയത്തിന്റെയും പ്രതിഫലനം കൃത്യമായും ഈ ചോദ്യത്തിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു വോട്ടർ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, എന്തിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക? അല്ല, ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമെങ്കിൽ കൂടിയും കേരളത്തിലെ വോട്ടിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയത്തെ മുൻനിർത്തി തന്നെയാണ് കേരളത്തിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലും വോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു MP നന്നായി പെർഫോം ചെയ്തു അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്തില്ല എന്ന് വിലയിരുത്തുന്നത് വളരെ ചെറിയ ശതമാനമാണ്. പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ചോദ്യം വളരെ പ്രധാനമാണ് എന്നാണ്. നമുക്ക് നോക്കാം. ഓപ്ഷനുകളിലേക്ക് എത്തിയാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള നമ്മുടെ ചോദ്യത്തിലെ ഓപ്ഷനുകൾ. MP എങ്ങനെയാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്? എന്തായിരിക്കും വോട്ട് വിഷയം? ആദ്യം നമ്മൾ അയോധ്യ. ദേശീയതലത്തിൽ അയോധ്യ വലിയ വിഷയമാകുമ്പോൾ ആറ്റിങ്ങൽ എങ്ങനെ ചിന്തിക്കുന്നു? നമ്മുടെ മുന്നിൽ കണക്കുകൾ എത്തിക്കഴിഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വോട്ടർമാരുടെ പ്രതികരണം, അവർ വോട്ട് ചെയ്യുന്നതിൽ അവരുടെ പ്രധാനപ്പെട്ട കാരണം, അവരുടെ തീരുമാനം എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും? ഉത്തരമെത്തുന്നു. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ അത് കഴിഞ്ഞ തവണ കണ്ടതുപോലെയുള്ള അത്ര വലിയ ഒരു കണക്കുമല്ല നമ്മുടെ മുന്നിലുള്ളത്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എത്രയാണ്? 19.6%. 19%. 19%. 19% ചെറിയ ഘടകമല്ല. അതായത് 10ൽ 2 പേർ പറയുന്നു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം പ്രധാനപ്പെട്ട ഘടകമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ വോട്ടിങ്ങിൽ നിന്നും വ്യക്തിപ്രഭാവത്തിന് പ്രസൻസ് ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ വിധിയെഴുത്ത് അവിടെ പ്രതീക്ഷിക്കാമെന്നാണ് സൂചന. അതെ, അതെ, 19.6% വളരെ പ്രധാനം തന്നെയാണ്. അതെ, 19. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരേണ്ടത് ആരായിരിക്കണം, ആ വ്യക്തിത്വത്തെ ഒരു പ്രാധാന്യത്തോടുകൂടി കാണുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം സുജയ, രണ്ടാമത്തെ ഘടകം നമ്മൾ ചോദിച്ചത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം വോട്ട് വിഷയമാകുമോ എന്നാണ്. എത്രയാണ് കണക്ക്? 5.6%. 5%. ഓൾമോസ്റ്റ് 6%. എന്ന് പറഞ്ഞാൽ കാസർകോട്ടെയും കൊല്ലത്തെയും ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആറ്റിങ്ങലത്തെയും ജനങ്ങൾ ചിന്തിക്കുന്നു. വലിയ വിഷയം അയോധ്യ വിഷയം അല്ല. അയോധ്യ പക്ഷേ 6% മാത്രം. 6% ഉള്ളൂ. അല്ല, അത് പറഞ്ഞു. പല ഘടകങ്ങളുണ്ട്. അല്ല, അയോധ്യ ക്ഷേത്രം ഒരു നിർണായക വിഷയമായി കാണുന്ന 6% എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത്ര അപ്രധാനമല്ല. ഞാൻ പറയുന്നത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാവും. 15%. നമ്മൾ പറഞ്ഞ ശരാശരി 15% BJP വോട്ട് ബേസ് ഉള്ള മണ്ഡലത്തിൽ ആ BJPക്ക് 15% ഉണ്ടെങ്കിൽ പോലും അതിൽപ്പെട്ട ആളുകൾ പോലും പറയുന്നില്ല അയോധ്യ പ്രധാനപ്പെട്ട. പക്ഷെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലെയും കൂടെ കമ്പാരിസൺ വരുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം. എല്ലാത്തിലും 10ൽ താഴെയാണ്. അതായത് നമ്മൾ കണ്ട 2 10ൽ താഴെയാണ്, ഇപ്പോഴും 10ൽ താഴെയാണ്. ശരി, എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അത് പ്രസക്തമാണെന്ന് തന്നെ തോന്നുന്നു. മുന്നോട്ട് പോകാം നമുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയാൽ അടുത്ത ഓപ്ഷൻ നമ്മൾ കൊടുത്തത് അയോധ്യ കഴിഞ്ഞാൽ പിന്നീട് വികസന പ്രവർത്തനങ്ങൾ എത്ര പേരാണ് ആറ്റിങ്ങൽ? 29.2%. നോക്കൂ, ഇവിടെയാണ് അരുണ 29.2% പേർ വികസന പ്രവർത്തനത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അടൂർ പ്രകാശിന് വളരെ മോശം പെർഫോമൻസ് ആണെന്ന് പറഞ്ഞത് 29.3%. അതായത് നേരത്തെ ചോദ്യം 29.3% ആളുകൾ വികസന പ്രവർത്തനത്തിൽ കാര്യമായ നേട്ടം അടൂർ പ്രകാശ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിലയിരുത്തി നമ്മളുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ. മൂന്നാമത്തെ ചോദ്യത്തിൽ 29.2% ആളുകൾ വികസന പ്രവർത്തനത്തെ ഗൗരവതരമായി കാണുന്നു. സാങ്കേതിക ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 29 ആണോ 29 നമുക്ക് പറയാം, അത് വേറെ കാര്യം, അത് ഡിഫറന്റ് ആണ്. പക്ഷേ അല്ലല്ല, നമ്മൾ 100 പേരെ എടുക്കുമ്പോൾ 29 പേർ വികസന പ്രവർത്തനത്തിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നതെന്ന് പറയുന്നു. അതേസമയം 29 പേർ വികസന പ്രവർത്തനത്തിൽ കാര്യമായി പെർഫോം ചെയ്തിട്ടില്ല, നന്നായി പെർഫോം ചെയ്തിട്ടില്ല എന്നും പറയുന്നു. ഇത് രണ്ടും സൂചനയാണെങ്കിൽ അറിയില്ല. ഇതിന്റെ അങ്ങനെയാണെങ്കിൽ പോലും നോക്കൂ, ഇതിനകത്ത് അടൂർ പ്രകാശ് അത്ര കാര്യമായ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് അത് നിർണായകമാകുന്നു, വീണ്ടും നിർണായകമാകും. വികസന പ്രവർത്തനങ്ങൾ നിർണായകമാകുന്നു. 29%. നെക്സ്റ്റ് സുജയ, വികസന പ്രവർത്തനങ്ങൾ ശേഷം നമ്മൾ പോകുന്നത് അഴിമതി 6.5% വിഷയമാണ് എന്ന് 6.5% അത്രമേ പറയുന്നുള്ളൂ. അടുത്തത് വിലക്കയറ്റം 11.9% വിലക്കയറ്റത്തെ കുറിച്ച് പറയുന്നു. തൊഴിലില്ലായ്മയെ കുറിച്ച് 7.7%. രാജ്യസുരക്ഷ 18. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനമാണ് എന്ന്. കാരണം വെച്ചാല് 18% രാജ്യസുരക്ഷ, 6% രാമക്ഷേത്രം. അങ്ങനെ വരുമ്പോൾ 24%. അങ്ങനെയാണെങ്കിൽ സുജയ
ആറ്റിങ്ങലിൽ ഇപ്രാവശ്യവും വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും. 24% ആളുകൾ അയോധ്യയും രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിൽ അത്ഭുതകരമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ആറ്റിങ്ങൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റിങ്ങൽ മണ്ഡലം. തിരുവനന്തപുരം ജില്ലയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ബി ജെ പിക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ്. അതിന്റെ പെരിഫറിയിൽ തന്നെയാണ് ഈ ആറ്റിങ്ങൽ വരുന്നത്. അവിടെയാണ് 24% പേർ അയോധ്യയെയും അതുപോലെ രാജ്യസുരക്ഷയെയും പ്രധാനമായി കാണുന്നത് എങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഘടകം കൂടിയുണ്ട്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം. അടൂർ പ്രകാശിനെ വളരെ മോശമെന്ന് വിലയിരുത്തിയ ആളുകളുടെ അവിടെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് സ്ഥാനാർത്ഥി അവിടെ വളരെ പ്രസക്തമാണ്. അതായത് വികസന പ്രവർത്തനങ്ങൾ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രചരണ വിഷയമാണെന്ന് ഓർമ്മിക്കണം. അയോധ്യ ബി ജെ പിയുടെ പ്രചരണ വിഷയമാണെന്ന് ആലോചിക്കണം. മൂന്നാമത്തേത് രാജ്യസുരക്ഷ, അതും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ കൂടെ കൂട്ടുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഡാറ്റയാണ്, ഒരു ക്ലീൻ ഡാറ്റയാണെന്ന് പറയാനുള്ള കാരണം ശോഭാ സുരേന്ദ്രൻ എത്രയാണ് ശതമാനം വോട്ട് നേടിയത്? 24% ആണ്. ആ 24% ഇപ്പോൾ രാജ്യസുരക്ഷയും അയോധ്യയും മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വോട്ട് വിഷയമാകുമെന്ന് കരുതുന്ന ആളുകളും ഉള്ളത്. ആ വോട്ട് ബാങ്ക് അവിടെ ഇൻടാക്ട് ആണ്. ആ വോട്ട് ബാങ്ക് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് വി മുരളീധരന്റേതാണ്. അങ്ങനെ അതിശക്തമായ പറഞ്ഞു കേൾക്കുന്ന പേരല്ല, വി മുരളീധരൻ തന്നെയാണ് അവിടെ മത്സരിക്കുക. രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലിൽ വി മുരളീധരനും വരുന്നതോടുകൂടി തലസ്ഥാനത്ത് 2 കേന്ദ്രമന്ത്രിമാർ ഒറ്റ ജില്ലയിൽ മത്സരിക്കുന്നു. 2 കേന്ദ്രമന്ത്രിമാർ ഒറ്റ ജില്ലയിൽ മത്സരിക്കുന്നു. വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടൂർ പ്രകാശിന് അല്പം അപകടം മണക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ 1 ലക്ഷത്തോളം കള്ള വോട്ടർമാർ വന്നുകൂടിയിട്ടുണ്ട് എന്നൊരു പരാതി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ അടുത്ത ദിവസമാണ് നൽകിയത്. 2019 സമാനമായിരുന്നു. കള്ളവോട്ട് തേടിയുള്ള ഒരു 3 മാസത്തെ യത്നം തന്നെ അദ്ദേഹം മാത്രമല്ല ആ സോഫ്റ്റ്വെയർ 20 ലക്ഷം രൂപയോളം മറ്റോ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഓരോ മണ്ഡലത്തിലെയും കള്ള വോട്ടർമാരെ ഡിസേൺ ചെയ്ത് മാറ്റിയെടുത്ത് ആ വോട്ടർ പട്ടിക തന്നെ അവർ ശുദ്ധമാക്കിയത്. അതാണ് അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ, അടൂർ പ്രകാശ് നല്ല സമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് നല്ല ഇലക്ഷൻ മാനേജറുമാണ്, സമ്പന്നനായ സ്ഥാനാർത്ഥിയുമാണ്. അടൂർ പ്രകാശിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. ചില ഘടകങ്ങൾ അടൂർ പ്രകാശിനെതിരായിട്ട് ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ബൂത്ത് തലത്തിൽ മുതൽ താഴേക്ക് വളരെ കൃത്യമായ അച്ചടക്കത്തോടുകൂടി സാമ്പത്തിക വിതരണം നടത്തുന്ന ഒരു ഇലക്ഷൻ മാനേജർ ഇടനിലക്കാരനെ ഏൽപ്പിച്ചുകൊണ്ടല്ല. സമുദായ വോട്ട് പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ 60% ഈഴവ വോട്ടുണ്ട്. ഇനി